ഈ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്ര മാർച്ച് നടത്തിയ ആളുകളാണ് ഇവരെല്ലാം? അവരെല്ലാം നേതാക്കന്മാരല്ലേ? മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമര സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ആരാണ്? CPM അല്ലേ? കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധത്തിനെതിരെ എന്തിനാണ് ഇത്ര ഇത്? അവർ പ്രതിപക്ഷ നേതാക്കൾ റോഡിൽ ഇറങ്ങുന്നുണ്ട്. പേടിപ്പിക്കുകയാണ്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് നിങ്ങൾ. ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിറങ്ങില്ല, അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും. അത് പറഞ്ഞപ്പേ മന്ത്രിമാരൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലെ ധനകാര്യമന്ത്രി സജി ചെറിയല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളെ. വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെളിയിക്കുകയാണ് തങ്ങൾ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമാണെന്ന്. കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായൊരു വിഷയമായിരുന്നു ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശി നമ്മുടെ കേരളത്തിൽ വന്ന വാർത്തയും മുഹമ്മദ് റിയാസുമായുള്ള ബന്ധവും. ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷൻ പരിപാടിക്കായാണ് ഹരിയാനയിലെ വ്ലോഗറായ ജ്യോതി കേരളത്തിലെത്തിയത്. അത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്തു വന്നതോടുകൂടിയാണ് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസുമായി ഒത്തുചേർന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ജ്യോതി ഉൾപ്പെടെ 41 പേര് ക്ഷണിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഒരു ടൂറിസം പദ്ധതി ഇവിടെ നടപ്പാക്കിയത്. ജനുവരി മുതൽ മെയ് വരെയാണ് അവർ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി സ്ഥലങ്ങളിലാണ് ജ്യോതി സന്ദർശനം നടത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ ഇതിൽ ചിലതാണ്. അങ്ങനെ ജ്യോതി കേരളത്തിൽ എത്തി. അതിൽ കൊച്ചിയിൽ സന്ദർശനത്തിന്റെ അരമണിക്കൂറിൽ ദൈർഘ്യമുള്ള വീഡിയോയും വളരെ പ്രധാനമായ ഒന്നായി. അങ്ങനെയാണ് മുഹമ്മദ് റിയാസ് ക്ഷണിച്ചിട്ടാണ് അവർ കേരളത്തിൽ എത്തിയത് എന്ന വാർത്തകൾ വരുന്നത്. ഇതിനോട് പ്രതിപക്ഷം പ്രതികരിച്ചത് വളരെ മാന്യമായിട്ടാണ്. അതായത് VD സതീശൻ എപ്പോഴും മറുപടി കൊടുക്കുന്നത് കൊള്ളിച്ചുകൊണ്ടാണ്. എന്തായാലും റിയാസിനെ ഈ മറുപടി കൊണ്ടിട്ടുണ്ടാകും. കേരളത്തിൽ എത്തിയ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകിയാണ് ടൂറിസം വകുപ്പ് സൽക്കരിച്ചത്. സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ക്ഷണം. കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം. ജ്യോതി ഉൾപ്പെടെ വന്ന 41 പേരും ഈ പദ്ധതിയുടെ ഭാഗമായി. എന്റെ കേരളം എത്ര സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിനാണ് ടൂറിസം വകുപ്പ് നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ടൂർ വിത്ത് കേരള ടൂറിസം എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ജ്യോതി സാമൂഹിക മാധ്യമങ്ങളിൽ കേരളത്തെക്കുറിച്ച് വിവരിച്ചതും ഇവിടുത്തെ അനുഭവം പങ്കുവച്ചതും. എന്തായാലും കുറുക്കിക്കൊള്ളിച്ചുള്ള VD സതീശന്റെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് നമുക്ക് കേൾക്കാം. ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ല. അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊക്കെ പേടിയാണ്. കാരണം എയർപോർട്ടിൽ വെച്ച്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. നാളെ ഇയാൾ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചിലപ്പോൾ വധൂവരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം എടുക്കും, ചിലപ്പോൾ അപ്പുറത്ത് വേറൊരുത്തം കയറിയിട്ടുണ്ടാവും ഫോട്ടോ. നാളെ അവൻ വല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് നിങ്ങൾ ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? അപ്പോൾ ഇവർ വന്നപ്പോൾ അവർ ചാരപ്രവർത്തക അല്ലായിരുന്നു, വ്ളോഗറാണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് ബ്ലോഗർമാരെ വിളിച്ചത്. ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. പക്ഷെ CPM ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്തേനെ. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും മെക്കിട്ട് കയറില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല. അവർ അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത്. പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞ് പേശി പിടിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? അതിനവരെ എങ്ങനെ കുറ്റപ്പെടുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്.